നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫെബ്രുവരി പോയി മറയുന്നു. മാർച്ച് മാസത്തിൽ നമ്മൾ കാത്തിരിക്കുന്ന പോരാട്ടങ്ങളുടെ ദിനങ്ങളാണ്. വേൾഡ് കപ്പ് പ്ലേ ഓഫ് മത്സരങ്ങളുണ്ട്, ക്വാളിഫയർ പ്ലേ ഓഫ് മത്സരങ്ങൾ. കൂടാതെ ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന പോരാട്ടം. ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരും യൂറോപ്യൻ ചാമ്പ്യന്മാരും തമ്മിൽ നേർക്ക് നേർ ഏറ്റുമുട്ടുന്നു. ഫൈനലിസിമ പോരാട്ടം മാർച്ച് 27 ഖത്തറിൽ ലുസൈൽ സ്റ്റേഡിയത്തിൽ. ഇന്നലെ അതിൻ്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ച് 2 മണിക്കൂറിനുള്ളിൽ സോൾഡ് ഔട്ടായി എന്നാണ് റിപ്പോർട്ട്. 2 മണിക്കൂറിനകം സോൾഡ് ഔട്ടായി. 80,000-ലധികം കാണികൾ ലുസൈൽ സ്റ്റേഡിയത്തിൽ അർജൻറ്റീനയും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുന്നത് കാണാനുണ്ടാകും. അല്ലെങ്കിലും ഖത്തറിൽ ഇത്തരം വമ്പൻ മത്സരങ്ങൾ വന്നാൽ സ്റ്റേഡിയം ഒഴിഞ്ഞു കിടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. കാത്തിരിക്കാം മാർച്ച് 27 രാത്രിയിലെ മത്സരത്തിന്. അതിനുശേഷം ഖത്തറിൽ മറ്റൊരു മത്സരം കൂടി അർജൻറ്റീന കളിക്കുന്നുണ്ട്. മാർച്ച് 31 ഖത്തറുമായിട്ട് അർജൻറ്റീന കളിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മാർച്ച് മാസത്തിലാണ് ഇപ്പോൾ വേൾഡ് കപ്പിന് മുമ്പുള്ള അവസാന ഫിഫ വിൻഡോ. അപ്പോൾ ആ വിൻഡോയിലും ഇവിടെ ഇങ്ങോട്ട് കളി കൊണ്ടുവരാൻ വേണ്ടി അന്താരാഷ്ട്ര ലെവലിലേക്കൊക്കെ ഗ്രൗണ്ട് മാറ്റി എന്ന് തള്ളി മറിച്ചിട്ട് ഗ്രൗണ്ടിൽ വെള്ളച്ചാട്ടം നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ISL മത്സരത്തിന് തൊട്ട് മുമ്പ്. അവിടെ നടത്തുമെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ നടന്നിരുന്നു. ഇപ്പോൾ ആരെയും ഒന്നും കാണാനില്ല. ഏതായാലും മാർച്ച് മാസത്തിലും വിൻഡോ ഇവിടെ തുറക്കും എന്ന് തോന്നുന്നില്ല. ഏതായാലും ഖത്തറിൽ അർജൻറ്റീനയും ഖത്തറും തമ്മിൽ മാർച്ച് 31 കളിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പായിട്ടുള്ള സന്നാഹ മത്സരങ്ങൾ ആരോടൊക്കെ അർജൻറ്റീന ഏറ്റുമുട്ടും എന്നുള്ളതിൻ്റെ ഫൈനൽ പ്രഖ്യാപനം ഇനിയും വരേണ്ടതുണ്ട്. വേൾഡ് കപ്പിൽ അർജൻറ്റീനയുടെ 3 മത്സരങ്ങൾ: ജൂൺ 17 അൾജീരിയക്കെതിരെ, ജൂൺ 22 ഓസ്ട്രിയക്കെതിരെ, അതിനുശേഷം ജോർഡാനെതിരെ ജൂൺ 28. അതുപോലെ ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് കുതിക്കുന്ന സ്പെയിന് മാർച്ച് 27 ഫൈനലിസിമയിൽ അർജൻറ്റീനയുമായിട്ട് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു മത്സരം കൂടി അവർക്ക് അവിടെയുണ്ട്. അത് ഈജിപ്തിനെതിരെയാണ്. ഫ്രണ്ട്ലി മത്സരത്തിൽ അവർ ഖത്തറിൽ ഈജിപ്തിനെതിരെ കളിക്കുന്നു. മാർച്ച് 30 രാത്രി ഇന്ത്യൻ സമയം 9:30 കളി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.